You're my favorite, but we're fading, but we're fading. You're my favorite, but we're fading, but we're fading. You're my favorite, but we're fading, but we're fading. You're my favorite, you're my something to break apart? Is this just broke apart? Is there nothing to shake this? അവനെ പോലുള്ള ഒരു സഖിയെ അവന് വേണ്ടി ഞാൻ ഉണ്ടാക്കും എന്നല്ല ചെയ്തുകൊണ്ട് ആദത്തിന് സഖിയായി ഹവ്വായെ സൃഷ്ടിച്ച് നൽകുകയും അവരുടെ ദാമ്പത്യ ജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത അങ്ങ് ഇന്ന് വിവാഹിതരാകാൻ പോകുന്ന ഞങ്ങളുടെ റിനുവിനെയും അന്നയെയും അനുഗ്രഹിക്കണമേ. കാനായിലെ കല്യാണ വിരുന്നിൽ സംബന്ധിച്ചുകൊണ്ട് ദമ്പതികളെ അനുഗ്രഹിച്ച മിശിഹായെ ഇവരെ അങ്ങേക്ക് ഞങ്ങൾ കാഴ്ചവെക്കുന്നു. ഇവരെ കരുണാപൂർവ്വം കടാക്ഷിക്കണമേ. തിരുക്കുടുംബത്തിൻ്റെ കാവൽക്കാരനായ മാറിയൂസേപ്പെ, ദൈവമാതാവായ പരിശുദ്ധകന്യാമറിയമേ, ഇവരുടെ വിവാഹം മംഗളകരമാകാനും ഇവരുടെ ദാമ്പത്യ ജീവിതം വിജയകരമാകാനും പ്രാർത്ഥിക്കണമേ. ഇവരുടെ പേരിന് കാരണക്കാരായിരിക്കുന്ന വിശുദ്ധരെ, കാവൽമാലാഹമാരെ, ഇവരെ വിശുദ്ധരും സുരക്ഷിതരുമായി കാത്തുകൊള്ളണമേ. സുഹൃസ്നേഹിതാവേ, ഞങ്ങളുടെ നാമം പൂജയാണ്, ഞങ്ങളുടെ രാജ്യം വരൻ, ഞങ്ങളുടെ തിരുമനസ് സുഹൃത്തിലെ പോലെ ഭൂമിലുമാണമേ. നന്മ നിറഞ്ഞ മറിയമേ, സുസ്ഥി കർത്താവങ്ങളുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാവുന്നു. അങ്ങയുടെ ഉദരത്തിൻ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാവുന്നു. പിതാവിനും പരിശുദ്ധാത്മാവിനും സ്തുതി. കർത്താവിന്റെ സംരക്ഷണം കർത്താവിനോട് കോട്ടയിൽ അവിടെ നിന്ന് വേണന്റെ മാരമായ മഹാമാരിയും തലദൂരോടാണ് മറിച്ചുള്ള അവിടുത്തെ വിശ്വസ്ത മഹാമാരി നിന്റെ വഴികളിൽ നിന്നെ കാത്തു പാലിക്കാനാവുന്ന
സിംഹത്തിൻ്റെ മണത്തെ അവൻ സ്നേഹത്തിനോടൊത്ത് നിൽക്കുന്നതിനാൽ ഞാൻ അവനെ രക്ഷിക്കും. അവനെൻ്റെ നാമം അറിയുന്നത് ഞാൻ അവനെ സംരക്ഷിക്കും. അവൻ എന്നെ വിളിച്ചപേക്ഷിക്കുമ്പോൾ ഞാൻ ഉത്തരമരണം. അവൻ്റെ കഷ്ടതയിൽ ഞാൻ അവനോട് ചേർന്നു. ഞാൻ അവനെ മോചിപ്പിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യും. ദീർഘായുസ് നൽകി ഞാൻ അവനെ സംതൃപ്തനാക്കും. എൻ്റെ രക്ഷ ഞാൻ അവന് കാണിച്ചു കൊടുക്കുന്നു. അസ്വസ്ഥത പാടില്ല. സന്തോഷത്തോടെ പ്രത്യാശയോടെ നമുക്ക് വിവാഹബന്ധത്തിലേക്ക് പ്രവേശിക്കാം. മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും ബന്ധുക്കളെയും സുഹൃത്തുക്കളെയൊക്കെ സ്വാഗതം ചെയ്യുന്നു. അൽത്താരയിലുള്ള അച്ഛന്മാരെ ഏറ്റവും പഠിപ്പിച്ചു വച്ച് അച്ഛനിവിടെ ഞായറാഴ്ച കുഞ്ഞുങ്ങളെ പഠിപ്പിക്കാനായിട്ടൊക്കെ വന്നിരുന്ന അച്ഛനാണ്. വിൻസെൻസ് സഭാംഗമാണ്. അച്ഛനാണ് അവർക്ക് ഒരു ആശംസ നൽകുന്നത്. അച്ഛനെ ജോമനച്ചൻ പ്രിയപ്പെട്ട അച്ഛൻ ബന്ധമാണ്, കുടുംബത്തിലെ അംഗമാണ്. ജോമനച്ചൻ നമുക്കറിയാം. അച്ഛനെ കണ്ടത് സോളമനച്ചൻ പുത്തനച്ഛനാണ്. തോമസിൻ്റെ കൂടെ പഠിച്ചവരൊക്കെ നല്ല ദൈവകൂടി വേറെ സ്വീകരിച്ചവരുണ്ട് എന്നതിൻ്റെ അടയാളമാണ്. അപ്പോൾ വിശുദ്ധമായ കൂടി സ്വീകരിച്ച തോമസിനും ഇന്ന് പുതിയ ദൈവകൂടി സ്വീകരിക്കുന്നു. അച്ഛനതിന് മുമ്പേ അച്ഛനായി ബാച്ചുകാരനാണ്. എല്ലാ അച്ഛന്മാരെയും ഏറ്റവും സ്നേഹപൂർവ്വം ഈ ബലിപീഠത്തിലേക്ക് സ്വാഗതം ചെയ്യുന്നു. നമുക്ക് ഒരുമിച്ച് ഞായറാഴ്ചയാണ് കുർബാന ദൈവത്തിന് നന്ദിയോടെ അത്യുന്നതമാം സ്വർഗ്ഗലോകത്തിൽ
സർവേശ്വരോ സ്തുതിഗീതം. സർവേശ്വര സ്തുതിഗീതം. സർവേശ്വരോ സ്തുതിഗീതം. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, വിവാഹത്താൽ ബന്ധിതരായി ഹൃദയ ഐക്യത്തിൽ ജീവിക്കാൻ റിനവനെയും അന്യെയും ഒന്ന് വിളിച്ചുവല്ലോ. സ്വർഗീയവരങ്ങളായ വധുവരന്മാരെ സമ്പന്നരാക്കുകയും അങ്ങയുടെ കൽപ്പനകൾ പാലിച്ച് മാതൃകാപരമായി ജീവിക്കുന്ന കുടുംബത്തിന് രൂപം കൊടുക്കാൻ ഇവരെ സഹായിക്കുകയും ചെയ്യണമേ. അങ്ങയുടെ മഹത്വത്തിന് മനുഷ്യകുലത്തിന് നന്മയ്ക്ക് വേണ്ടി ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യാൻ ഞങ്ങളെ ശക്തരാക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവീശ്വരാ. എന്റെ പുത്രി ശ്രദ്ധിച്ച് കേൾക്കുക. ജനത്തെയും പിതൃഗൃഹത്തെയും മറന്നു കളയുക. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം മൂലം നിന്നെ തന്റെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. കാഴ്ചകളുമായി രാജാവിനെ സന്ദർശിക്കും. തോഴികളായ കന്യകമാർ അവളെ അനുഗമിക്കും. നിന്റെ ബാല്യത്തിന്റെ ഭവനത്തിൽ വിളഞ്ഞ് കിടക്കുന്ന മുന്തിരിവള്ളിയാകും നിന്റെ മക്കൾ മേശയിലും സൈത്തുമുളകൾ പോലെയുമായിരിക്കും. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. ഞങ്ങളുടെ രക്ഷകന്റെ മണവാട്ടിയായ സഭയെ നീ സന്തോഷിക്കുക. നിത്യനായ ദൈവത്തിന്റെ സ്നേഹം പോലെ നിന്നെ തന്നെ മണവാട്ടിയായി തിരഞ്ഞെടുത്തു. ഞങ്ങളുടെ കർത്താവായ ദൈവമേ, നൽകിയിട്ടുള്ളതും എന്നാൽ കൃതജ്ഞത പ്രകാശിപ്പിക്കുവാൻ ഞങ്ങൾക്ക് കഴിയാത്തതുമായ എല്ലാ സഹായങ്ങൾക്കും അനുഗ്രഹങ്ങൾക്കുമായി സകല സൗഭാഗ്യങ്ങളും നന്മകളും നിറഞ്ഞു മുടിച്ചൂടി നിൽക്കുന്ന സഭയെ ഞങ്ങൾ അങ്ങേ നിരന്തരം സ്തുതിക്കുകയും മഹത്വപ്പെടുത്തുകയും ചെയ്യട്ടെ. അങ്ങ് സകലത്തിന്റെയും നാഥനും സൃഷ്ടാവുമാകുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും. ഞാൻ ലോകത്തിന്റെ പ്രകാശമാകുന്നു. എന്നെ അനുഗമിക്കുന്നവൻ അന്ധകാരത്തിൽ നടക്കുകയില്ല എന്നരോട് ചെയ്ത മിശിഹ നമുക്ക് മാർഗദീപമായിരിക്കട്ടെ. ശരീരങ്ങളെ ഉയർപ്പിക്കുന്നവനും ആത്മാക്കളെ രക്ഷിക്കുന്നവനും ജീവനെ നിത്യം പരിപാലിക്കുന്നവനുമാകുന്നു. ഞാൻ എപ്പോഴും നിനക്ക് സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ കടപ്പെട്ടവരാകുന്നു. സകലത്തിന്റെയും നാഥായ എന്നേക്കും.
ജീവദായകവും ദൈവികവുമായ കൽപ്പനകളുടെ മത്സരം ശ്രമിക്കുന്നതിനും ഗ്രഹിക്കുന്നതും അതുവഴി ബുദ്ധിയെ പ്രകാശിപ്പിക്കണമേ. ഞങ്ങളുടെ ആത്മശരീരങ്ങൾക്ക് ഉപകരിക്കുന്ന സ്നേഹവും ശരണവും രക്ഷയും ഞങ്ങളെ ഫലമണിയുന്നതിനും നിരന്തരം ഞങ്ങൾ അങ്ങയെ സ്തുതിക്കുന്നതിനും അങ്ങയുടെ കാര്യത്താലും അനുഗ്രഹത്താലും ഞങ്ങളെ സഹായിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരായ എന്നേക്കും. നിഷ്കളങ്കമായ പെരുമാറ്റം കാണുന്നത് മൂലമാണ് ഇത് സാധ്യമാകുക. ബാഹ്യരീതികളായ പിന്നെയോ സ്വർണ്ണാഭരണമോ വിശേഷ വസ്ത്രങ്ങളോ അല്ല നിങ്ങളുടെ അലങ്കാരം. പിന്നെയോ ദൈവസന്നിധിയിൽ വിശിഷ്ടമായ സൗമ്യവും ശാന്തവുമായ ആത്മാവാകുന്ന അനശ്വരരത്നം അണിഞ്ഞ ആന്തരിക വ്യക്തിത്വമാണ്. ദൈവത്തിൽ പ്രത്യാശിക്കുന്ന വിശുദ്ധ സ്ത്രീകൾ മുമ്പ് ഇപ്രകാരം തങ്ങളെ തന്നെ അലക്കുകയും തങ്ങളുടെ ഭർത്താക്കന്മാർക്ക് വിധേയരായിരിക്കുകയും ചെയ്തിട്ടുണ്ട്. സാറ അബ്രഹത്തെ നാടായി വിളിച്ചുകൊണ്ട് അനുസരിച്ചിരുന്നല്ലോ. നന്മ ചെയ്യുകയും ഒന്നിനെ ഭയപ്പെടാതിരിക്കുകയും ചെയ്താൽ നിങ്ങൾ അവരുടെ മക്കളാകും. ഇങ്ങനെ തന്നെ ഭർത്താക്കന്മാരെ നിങ്ങൾ വിവേകത്തോടെ നിങ്ങളുടെ ഭാര്യമാരോട് ജീവിക്കുകയും സ്ത്രീ ദൈഹിക പാത്രമാണെങ്കിലും ജീവിതായകമായ കൃതിക്ക് തുല്യത അവകാശം നേടുന്നതിനെ നിങ്ങളോട് ബഹുമാനം കാണിക്കുകയും ഇത് നിങ്ങളുടെ പ്രാർത്ഥനയ്ക്ക് തടസ്സമുണ്ടാകാതിരിക്കാൻ വേണ്ടിയാണ്. സമാധാനം നിങ്ങളോടുകൂടെ. വിശുദ്ധ മർക്കോസ് അറിയിച്ച നമ്മുടെ കർത്താവ് യേശുമിശിഹായുടെ പരിശുദ്ധ സുവിശേഷം. പത്താമത്തെ അധ്യായം 2 തിരുവചനങ്ങൾ. ഫരിസേയർ വന്ന് യേശുവിനെ പരീക്ഷിച്ച് ചോദിച്ചു, ഭാര്യയെ ഉപേക്ഷിക്കുന്നത് നിയമാനുസൃതമാണോ? അവൻ മറുപടി പറഞ്ഞു, മോശ എന്താണ് നിങ്ങളോട് പഠിപ്പിച്ചിട്ടുള്ളത്? അവർ പറഞ്ഞു, ഉപേക്ഷാപത്രം കൊടുത്ത് അവളെ ഉപേക്ഷിക്കാൻ മോശ അനുവദിച്ചിട്ടുണ്ട്. യേശു പറഞ്ഞു, നിങ്ങളുടെ ഹൃദയകാഠിന്യം കൊണ്ടാണ് മോശ ഈ നിയമം നിങ്ങൾക്ക് വേണ്ടി എഴുതിയത്. എന്നാൽ സൃഷ്ടിയുടെ ആരംഭം മുതൽ ദൈവം അവരിൽ പുരുഷനും സ്ത്രീയുമായി സൃഷ്ടിച്ചു. ഇക്കാരണത്താൽ പുരുഷൻ മാതാവിനെയും പിതാവിനെയും വിടുകയും അവർ ഇരുവരും ഒരു ശരീരമായി തീരുകയും ചെയ്യും. പിന്നീട് ഒരിക്കലും അവർ രണ്ടല്ല ഒറ്റ ശരീരമായി. അതിനാൽ ദൈവം സംയോജിപ്പിച്ചത് മനുഷ്യൻ വേർപെടുത്താതിരിക്കട്ടെ. തോമസിനും അമ്മയ്ക്കും ഈ ചുറ്റുമിരിക്കുന്നവരൊക്കെ ഒന്ന് നോക്കായിരുന്നു. പിരിഞ്ഞു മറ്റു കുഴപ്പമില്ല. ഇവരാരറിയാമോ? തിരിഞ്ഞോട്ട് കഴിഞ്ഞോ? പേടിക്കണ്ട. ഇവര് നന്നായിട്ട് ഫോട്ടോ എടുത്ത് വന്നേക്കണേ. എല്ലാവരുടെയും ഫോട്ടോ എടുത്ത് വെച്ചു. പേടിക്കണ്ട. സോ ഇത് ലാസ്റ്റ് തിരിഞ്ഞോട്ടായിരുന്നു. ഇത് ലാസ്റ്റ് തിരിഞ്ഞോട്ടായിരുന്നു. ഇതിനപ്പുറത്തേക്ക് ഇനി തിരിഞ്ഞു നോക്കണമെന്നൊന്നുമില്ല. ഞാനിവിടെ ഇക്കാലത്ത് ഒത്തിരി സന്തോഷത്തോടുകൂടിയാണ് ആയിരിക്കുക. കാരണം 10 വർഷങ്ങൾക്ക് മുമ്പ് ദൈവം എനിക്ക് തന്ന ഒരു സമ്മാനത്തിൽ, ഒരു നല്ല സമ്മാനത്തിലൊന്നാണ് ഈ കറുത്ത കോട്ട് സൂട്ടൊക്കെ എടുക്കുന്ന ഈ തോമസൺ. അങ്ങനെ ദൈവം എന്നെ ഈ നാട്ടിൽ നിന്നും നൽകി അനുഗ്രഹിച്ച ഒരു കൂട്ടുകാരൻ ഇന്ന് നിന്റെ വിവാഹത്തിന് നിങ്ങളുടെ എല്ലാവരുടെയും ഒപ്പം ഇവിടെ ആയിരിക്കുന്നതിൽ എനിക്ക് ഒത്തിരി സന്തോഷമുണ്ട്. പ്രിയപ്പെട്ടവരെ, ഇതിനു മുമ്പ് തന്നെ പള്ളിയുടെ നടുക്കിൽ കുർബാന കൂടി നോക്കുന്നതാണ് ഇല്ലേ? ഓർക്കുന്നുണ്ടോ? മാമോദീസ അതിനകത്ത് ഓർക്കണമെങ്കിൽ വലിയ കുട്ടിയായിരിക്കുമല്ലോ.
എന്നായിരുന്നു ആദ്യ കുർബാന സ്വീകരണം. ആദ്യ കുർബാന സ്വീകരണത്തിന് ഒരു ഈ സെയിം ബൈബിൾ തന്നെയാണ് വന്നത്. പക്ഷെ ഒറ്റയ്ക്കാണ് വന്നത്, അവന്റെ അവരുടെ കൂടെയാണ് വന്നത്. ഇന്ന് ഇവിടെ ഈ ആൾക്കാരുടെ മുമ്പിൽ ആയിരിക്കുമ്പോൾ ഇതാ നിന്റെ കൂടെ ദൈവം നിനക്ക് നൽകിയ ജീവിത പങ്കാളിയുണ്ട്. നിങ്ങളുടെ രണ്ടുപേരുടെ കൂടുതലും ജീവിത പങ്കാളിയെ വിളിക്കാനായിട്ട് നിങ്ങൾക്ക് ഒരാളെ ദൈവം നൽകുകയാണ്. ഇന്ന് ഈ നിമിഷം ഈ ദേവാലയത്തില് ഈ ആൾക്കാരുടെ മുമ്പിൽ നിങ്ങൾ ആരംഭിക്കുന്ന ഈ ജീവിതകാലം മുഴുവൻ ദൈവത്തിന്റെ കരം പിടിച്ചുള്ളതായിരിക്കണമെന്ന് ഇന്നിവിടെ നല്ലൊരു ഉറപ്പെടുക്കണം. പ്രിയപ്പെട്ടവരെ, ഇവരോടല്ല പറയാനുള്ളത്. ഇവരോട് എന്നാ പറയണമെന്ന് ഞാനിങ്ങനെ കൂട്ടുകാരന്മാരോട് ചോദിച്ചപ്പോൾ കുറച്ച് നല്ല കൂട്ടുകാരന്മാരുണ്ട്. കറുപ്പ് തിരികൊണ്ടിരണം ഈ നമ്മൾ ഈ രണ്ട് ബാക്ടീരിയകൾ മിച്ചം വരുന്ന അതുപോലെ രണ്ടാണ് ഇവന്മാര് കുറെ കാര്യങ്ങൾ തോമസിനെ പറ്റി പറഞ്ഞു. ഞാൻ ആലോചിച്ചു, ഇവന്മാര് പറഞ്ഞത് ഞാൻ പറഞ്ഞു കഴിഞ്ഞാൽ ഇത് തീരുകയാണ്. അതുകൊണ്ട് അത് ഞാൻ വേറെ ദിവസം നമുക്കൊരു മീറ്റിംഗ് കൂടി അതിനെപ്പറ്റി സംസാരിക്കാം. അതായിരിക്കും നല്ലത്. എനിക്ക് പറയാനുള്ളത് നിങ്ങളോടാണ്. നിങ്ങൾ ചിരിച്ച് പള്ളിയിൽ വന്നിട്ടുണ്ടോ? നിങ്ങളുടെ കല്യാണം സൗകര്യമുണ്ടോ? കല്യാണം കഴിക്കാത്തത് ഇപ്പം മനസ്സിലിരിക്കേണ്ട, കല്യാണം കഴിച്ചവരാണ് ആശ്രയിച്ചിരിക്കേണ്ട. നിനക്കുള്ളത് നിങ്ങൾ വരുന്നത് കല്യാണം കഴിഞ്ഞ എന്തൊരു സന്തോഷമാണ്. കല്യാണം കഴിഞ്ഞവരാണ് ചോദിച്ചത്, നിങ്ങളോടല്ല. നിങ്ങൾ ഓർക്കുന്നുണ്ടോ? പെട്ടെന്ന് പറഞ്ഞാൽ പെട്ടെന്ന് ചെയ്യും. ഓർക്കുന്നുണ്ടോ? എന്റെ തോമസ അന്നെ എനിക്ക് ഒറ്റ കാര്യം പറയാനുള്ളൂ, ഇവരെ ആരെയും കണ്ടുപിടിക്കരുത്. അതെന്റെ വാർത്താചാര്യ പറയാനുള്ളൂ, അല്ലേ? ഇവരെ ആരെയും കണ്ട് പഠിക്കരുത്. നീ മേടിക്കേണ്ട ആവശ്യമില്ല. നീ അപ്പനെ അമ്മയുടെ കാര്യം വേണം. അതെ, ഇവിടെ അപ്പനും അമ്മയും ഇരിക്കണമെന്ന് എനിക്കറിയാം. നിങ്ങളുടെ സുഹൃത്തുക്കൾ ഇവിടെ ഇരിപ്പുണ്ട്, കല്യാണം കഴിക്കുന്നവരോട് ഇരിപ്പുണ്ട്, നിങ്ങൾ അറിയുന്നവർ ഇരിപ്പുണ്ട്. പക്ഷെ ഞാൻ പറയുകയാണ്, ഇവരെ ആരെയും കണ്ട് പഠിക്കരുത്. പിന്നെ ആരെ കണ്ട് പഠിക്കണം തന്നെ അത് ഞാൻ അവസാനം പറയാം. ഞാൻ പറയാൻ പറഞ്ഞില്ല, നിങ്ങളെ ചോദിക്കണം. കാരണം എന്താണെന്ന് അറിയാവോ? വിവാഹത്തിന്റെ ആദ്യ നാളുകളൊന്ന് ആലോചിച്ച് നോക്കിയേ. എന്തൊരു സ്നേഹമായിരുന്നു. നല്ല അടിപൊളിയായിട്ട് ഒരുങ്ങി ഞായറാഴ്ച ഒരുമിച്ച് പള്ളിയിൽ പോകുന്നു. ഇതാ ബന്ധു വീട്ടിലേക്ക് അല്ലെങ്കിൽ ഭാര്യ വീട്ടിലേക്ക് പോകാൻ നേരത്ത് രണ്ടുപേരും ഒരുമിച്ച് പോകുന്നു. ഇനി പണ്ടത്തെ കാലമാണെങ്കിൽ ട്രാൻസ്പോർട്ടത്തിലേക്ക് കയറുള്ളൂ. കാരണം അതിൽ ഒരു വാതിൽ കൂടെ കയറി ഒരു വാതിൽ കൂടെ തന്നെ ഇറങ്ങാം. നിന്റെ ഇഷ്ടങ്ങള് ഇന്ന് തീരുവാണ്. ഇനി നിന്റെ ഇഷ്ടങ്ങളില്ല. ഒന്ന് നോക്കിയേ, നീ എത്ര തവണ എന്റെ ആശ്രമത്തിൽ വന്നിട്ടുണ്ട്. ഞാൻ ഏത് ആശ്രമത്തിൽ പോയാലത്തെ നിങ്ങളെല്ലാം കൂടെ എന്റെ പുറകെ വന്നിട്ടുണ്ട്. ഇനി നിനക്ക് അങ്ങനെ ഒരു പോക്കില്ല. നിനക്ക് ഇഷ്ടമുള്ളത്, നിനക്ക് ഇഷ്ടമുള്ള ഭക്ഷണം, നിനക്ക് ഇഷ്ടമുള്ള വസ്ത്രം, നിനക്ക് ഇഷ്ടമുള്ള സ്റ്റൈലുകൾ അതൊക്കെ മാറി. ഇന്ന് തൊട്ട് നിങ്ങൾക്ക് സ്വന്തമായിട്ട് ഇഷ്ടങ്ങളില്ല. അത് നിങ്ങളോട് കൂടെയാണ്. നിങ്ങൾ പണ്ടേ ഉപയോഗിച്ചതാണ് സ്വന്തമായിട്ടുള്ള ഇഷ്ടങ്ങൾ. ഇനിയുള്ള ഇഷ്ടങ്ങളൊക്കെ നിങ്ങൾക്ക് ഒരുമിച്ചുള്ള ഇഷ്ടങ്ങളാണ്. പ്രിയപ്പെട്ടവരെ, ഒരുമിച്ചാണ് ഇഷ്ടങ്ങൾ. ഈ ഇഷ്ടങ്ങൾ നിങ്ങൾ മാറ്റി വെക്കുന്നതിൽ വേദനയുണ്ട്, ത്യാഗമുണ്ട്. എന്റെ ഇഷ്ടം അനുസരിച്ച് ഞാൻ ചെയ്യാതെ എന്റെ കുടുംബത്തിന് വേണ്ടി ഞാൻ പ്രവർത്തിക്കുമ്പം, എന്റെ കുടുംബത്തിന്റെ ഇഷ്ടം അനുസരിച്ച് ചെയ്യുമ്പം അവിടെ വേദനകളുണ്ട്, മുറിവുകളുണ്ട്. നീ മുറിക്കപ്പെടുകയാണ്. പ്രിയപ്പെട്ടവരെ, എങ്ങനെയാണ് കർത്താവിനെ കണ്ടപ്പം തോമസ് ലീഗർ പറഞ്ഞതെന്നറിയാമോ? എന്റെ കർത്താവെ, എന്റെ ദൈവമേന്ന് നിനക്ക് വേണ്ടി, നിങ്ങൾക്ക് വേണ്ടി ഏറ്റെടുത്ത ത്യാഗങ്ങൾ കണ്ടപ്പം, ത്യാഗത്തിന്റെ ആ മുറിവുകൾ കണ്ടപ്പം, പ്രിയപ്പെട്ടവരെ, നിങ്ങളെ കണ്ടിട്ട് അവർ പറയണത് എനിക്ക് ദൈവം തന്നതാണ്. ചിലവർ വിചാരമുണ്ട് ഇത് ബ്രോക്കർ പറ്റിച്ചതാണ്, അല്ലെ? പണ്ട് ബ്രോക്കർ പറ്റിച്ചതാണ്. ചിലവർ സ്വയം പറ്റിച്ചവരുണ്ട്. എന്തെങ്കിലും ആട്ടെ, പറ്റിച്ചതാണെന്ന് വിചാരിച്ചിരിക്കുന്ന സകല മനുഷ്യർക്ക് വേണ്ടി നിങ്ങൾ സന്ധ്യാപ്രാർത്ഥനയുടെ അവസാനം ഒരു പ്രാർത്ഥന ചെല്ലാറുണ്ടെങ്കിൽ കേട്ടിട്ടുണ്ട്. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ആശയം അങ്ങനെയാണ് ചിന്തിക്കുന്നത്. അതാരാണത്? ബ്രോക്കറെ, ഞാൻ അങ്ങനെ പറഞ്ഞാണ് നിങ്ങൾ ചെയ്യുന്നത്. ആ പ്രാർത്ഥന കേട്ടിട്ടുണ്ടോ? എന്നാ അതിനകത്ത് ആരെന്താ പറയണത്? ആരെന്ന് പറയണേ? ആ ദൈവത്തിന്റെ കാര്യമാണ് ഇവിടെ പറയുന്നത്. കുടുംബത്തെ സ്ഥാപിക്കുകയും കുടുംബജീവിതത്തെ അനുഗ്രഹിക്കുകയും ചെയ്ത ദൈവമേ. പ്രിയപ്പെട്ടവരെ, മറക്കാതിരിക്കാം, കുടുംബത്തെ സ്ഥാപിച്ചതും കുടുംബത്തെ അനുഗ്രഹിച്ചതും ദൈവമാണ്. ഇന്ന് ഈ ആൾക്കാരുടെ മുമ്പിൽ നിന്നും നിങ്ങൾ ആരംഭിക്കുന്ന ജീവിതത്തില് ദൈവമില്ലാതെ ഒരു പരിപാടിയില്ല. ദൈവമില്ലാതെ ഒരു പരിപാടിയില്ല. ദൈവമില്ലാത്ത പരിപാടികളൊക്കെ വീഴ്ചയുടെയും തകർച്ചയുടെയും ഇടങ്ങളായി മാറുമെന്ന് നമ്മൾ എല്ലാവരും ഓർത്തിരിക്കണം. ദൈവമില്ലാതെ എന്ത് പരിപാടിയുണ്ടോ അത് വീഴ്ചയുടെയും തകർച്ചയുടെയും ഇടങ്ങളാണ്. ചുമ്മാ പറഞ്ഞതല്ല, കാരണമുണ്ട്. ആദിപിതാവായ ആദവും ഹവ്വയും ദൈവത്തിന്റെ കരം പിടിച്ച ഏതേലും തോട്ടത്തിൽ കൂടെ നടന്നിരുന്ന ഒരു കുടുംബം. ഇങ്ങനെ ഒന്ന് ആലോചിച്ച് നോക്കിയ, ദൈവത്തിന്റെ തോട്ടത്തിൽ കൂടെ ദൈവത്തിന്റെ കരം പിടിച്ച് വൈകുന്നേരം ഒരു വാക്കിന് പോകാൻ പറ്റുവാണെങ്കിൽ എത്ര മനോഹരമായിരിക്കും, അല്ലേ? എത്ര മനോഹരമായിരിക്കും. എന്ന് ദൈവത്തിന്റെ കരം വിട്ടിട്ട് അവർ ഏതേ തോട്ടത്തിൽ കൂടെ നടന്നു. ഏതേ തോട്ടം? സ്വർഗത്തിൽ കൂടെ നടന്നോ?
ഇത്രയും നാളും നടന്നപ്പോൾ ഇല്ലാതിരുന്ന പ്രശ്നങ്ങൾ അവരുടെ ജീവിതത്തിൽ ഉണ്ടാവുകയാണ്. പ്രിയപ്പെട്ടവരെ, ദൈവത്തിന്റെ കരം വിട്ട് കഴിഞ്ഞാൽ നമ്മുടെ ജീവിതത്തിൽ പ്രശ്നങ്ങളുണ്ടാവും. ഇനി ഏതാണ് ദൈവത്തിന്റെ കരം? എല്ലാ ദിവസവും ദൈവത്തിന്റെ കരത്തെ വിളിക്കുന്നുണ്ടോ? കൊണ്ടുമക്കളെ, ജീവിത പങ്കാളിയുടെ കരം അത് ദൈവത്തിന്റെ കരമാണ്. മാതാപിതാക്കളുടെ കരം അത് ദൈവത്തിന്റെ കരമാണ്. ഈ കരങ്ങൾ വിടാതെ കൂട്ടിപ്പിടിക്കുക എന്നുള്ളതാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം ദൈവത്തിന്റെ ആഗ്രഹം. ദൈവത്തിന്റെ കരം പിടിക്കുക എന്ന് പറഞ്ഞാൽ ദൈവം നിനക്ക് നൽകിയിരിക്കുന്ന വ്യക്തികളോട് ചേർന്ന് നിൽക്കുക എന്നുള്ളതാണ്. അവരെ മാറ്റി നിർത്തിയിട്ട് അവരെ ഉപേക്ഷിച്ചിട്ട് ഒരു ജീവിതമില്ല. അതുകൊണ്ട് ഈ പള്ളി വന്നിരിക്കുന്ന എല്ലാവരും ഓർക്കണം, ദൈവത്തിന്റെ കരം പിടിച്ചു വേണം നിങ്ങൾ നടക്കാൻ. അത് ചക്കരപ്പുറമാണെങ്കിലും ശരി, എറണാകുളം ആണെങ്കിലും ശരി, ഏതേ തോട്ടമാണെങ്കിലും ശരി, ദൈവത്തിന്റെ കരം പിടിച്ചിട്ടുള്ള നടപ്പുകൾ മാത്രമേ നിങ്ങളെ രക്ഷയിലേക്ക് നയിക്കുകയുള്ളൂ എന്ന് ഓർത്തിരിക്കുക. അതുകൊണ്ട് ഓർക്കേണ്ട കാര്യമാണ് ദൈവം നൽകിയ കാര്യം. കുടുംബം, അമ്മയുടെ വീട്ടിൽ ആരൊക്കെ ഉണ്ട് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നീ ഇരിക്കുന്ന കുറെ പേരുടെ ലിസ്റ്റിങ് പറയും. നിന്റെ വീട്ടിൽ ആരൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ നീയും പറയും. ഭയങ്കര ലീഡ് ബോയ് ആണ്, അതായത് മമ്മാസ് സ്വീറ്റ് ബോയ് എന്ന് പറഞ്ഞ് ഇങ്ങനെ നടക്കുന്ന ഒരു പയ്യനായിരുന്നു. നീ അത് കഴിഞ്ഞാൽ ഞാൻ അമ്മയോട് ചോദിക്കട്ടെ, നീ പറയുമോ? നീ ചോദിക്കണം. അല്ല പിന്നെ അത് കഴിയുമ്പോൾ കല്യാണം കഴിഞ്ഞിട്ട് ഞാൻ അമ്മയോട് ചോദിക്കാനാവുമല്ല, അമ്മയും പോകുന്നില്ല, അപ്പനും പോകുന്നില്ല, പെങ്ങളും പോകുന്നില്ല. ഇനി അന്നോട് ചോദിക്കാൻ ഞാൻ ചേട്ടനോട് ചോദിച്ചിട്ട് പറയാം. എന്നാ വിളിക്കാൻ പറഞ്ഞ് നമ്പരാനറിയാം. ഞാനൊരു മുമ്പിന് പറഞ്ഞതായിരിക്കും അല്ലേ? കല്യാണം കഴിഞ്ഞെന്ന് പറഞ്ഞ് അപ്പനെ അമ്മേനെ കടലിൽ കൊണ്ടേ കളയാൻ പറ്റില്ല. അത് ഞാൻ നിങ്ങളോട് പറഞ്ഞാൽ നിങ്ങൾ കളയാൻ എനിക്ക് ഉറപ്പാണ്. ഈ സാധനം ഒരിക്കലും കളയാൻ. അതാണ് ഇതിന്റെ ഒരു പ്രത്യേകത. നിങ്ങളുടെ കാര്യം കൂടെയാണ്. അതായത് ദൈവം നൽകിയ വ്യക്തികൾ കൂടെ ഉണ്ടെങ്കിലേ നമ്മൾ സ്വർഗ്ഗം എത്തുകയുള്ളൂ എന്നുള്ള കാര്യം ഓർത്തിരിക്കുക. ഇനി തീർക്കാൻ സമയമായി എനിക്കറിയാം. കുറച്ച് നേരം കൂടുതൽ ഒരു കഥ പറയട്ടെ. ഇത് രവീന്ദ്രനാഥ ടാഗോറിന്റെ ഒരു കഥയാണ്. ഒരു യാചകന്റെ കഥയാണ്. വിഷക്കാരൻ്റെ കഥ നിങ്ങൾ കേട്ടതാണ്. ഇത്രയേ ഉള്ളൂ. ഒരു ദിവസം രാജാവ് വരുന്നുണ്ടെന്ന് ഈ യാചകൻ കേട്ടു. രാജാവിനെ കണ്ടാൽ രാജാവിന്റെ മുമ്പിൽ കൈ നീട്ടിയാൽ ജീവിതത്തിലെ സകല പ്രശ്നങ്ങളും മാറുമെന്ന് ഉറപ്പായി വിശ്വസിച്ച ഒരു വ്യക്തി. അങ്ങനെ രാജവീതിയുടെ വഴിയിൽ രാജാവിനെ കാത്തു നിൽക്കുകയാണ്. ഒത്തിരി സന്തോഷമുണ്ട്. കാരണം എന്താണ്? ഇത് രാജാവിനെ കാണുന്നു, രാജാവിന്റെ മുമ്പിൽ കൈ നീട്ടുന്നു, എന്റെ സകല പ്രശ്നങ്ങളും തീരുന്നു. അങ്ങനെ കാത്തിരുന്ന് രാജാവ് ഇത് അടുത്തെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ യാചകൻ രാജാവിന്റെ മുമ്പിൽ കൈ നീട്ടി. രാജാവ് തന്റെ തേരൊക്കെ നിർത്തി ഇവന്റെ മുമ്പിലേക്ക് വന്നിട്ട് ഇവന്റെ മുമ്പിൽ കൈ നീട്ടുകയാണ്. ഭയങ്കര സങ്കടമായിരുന്നു. കാരണം എന്താണെന്നറിയാമോ? രാജാവ് വല്ലതും തരും, അതുകൊണ്ട് ജീവിതം സെറ്റാവുമെന്ന് വിചാരിച്ചിരുന്ന യാചകനാണ്. പക്ഷെ ഇതാ രാജാവ് തൻ്റെ മുമ്പിൽ കൈ നീട്ടുകയാണ്. ഒത്തിരി വേദനയോടെ, ഒത്തിരി സങ്കടത്തോടെ തൻ്റെ സഞ്ചിയിൽ കൈയിട്ടിട്ട് ഒരു നെൽമണി എടുത്ത് രാജാവിൻ്റെ കയ്യിൽ വെച്ചു കൊടുത്തു. സങ്കടത്തോടെ അവൻ തിരിച്ചു പോയി. അന്ന് വൈകുന്നേരമായപ്പോൾ തനിക്ക് കിട്ടിയതൊക്കെ എന്താണെന്ന് അറിയാനായിട്ട് അവൻ ഈ സഞ്ചി കുടഞ്ഞിട്ടപ്പം അതിനകത്ത് ഒരു സ്വർണ്ണ നെൽമണി. പ്രിയപ്പെട്ടവരെ, അപ്പോഴാണ് യഥാർത്ഥത്തിൽ അവൻ സങ്കടമുള്ളവനായി മാറിയത്. കൊടുക്കാത്തതിനെ ഓർത്ത് ഒരിക്കലും സങ്കടപ്പെടാൻ ഇടയാവരുത്. അർഹിക്കുന്ന സ്നേഹം നിങ്ങൾ പരസ്പരം കൊടുക്കണം. അർഹിക്കുന്ന ആദരവ് നിങ്ങൾ പരസ്പരം കൊടുക്കണം. അർഹിക്കുന്ന സമയം നിങ്ങൾ പരസ്പരം കൊടുക്കണം. പ്രിയപ്പെട്ടവരെ, കൊടുക്കാത്തതിന്റെ പേരില് നിങ്ങൾ ഒരിക്കലും ജീവിതത്തിൽ സങ്കടപ്പെടാനായിട്ട് ഇടവരരുത്. നിന്റെ ജീവിതത്തിൽ ഞാൻ ആദത്തിന്റെ ഹവ്വയുടെ കാര്യം പറഞ്ഞല്ലോ. ജീവിതത്തിൽ ഒരു കുറവുണ്ടെങ്കിൽ അതിന് പരിഹാരമാണ് ജീവിത പങ്കാളി. ആദത്തിന് കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാൻ ഇത് ഹവ്വയുടെ ജീവിതത്തിൽ കുറവുണ്ടെങ്കിൽ അത് പരിഹരിക്കാനായിട്ട് ഇത് ആദം. അവിടെ ഈ ആദവും ഹവ്വയും മാറ്റിയിട്ട് അവിടെ തോമസിനെ മന്നയുമാക്കുക. നിങ്ങളുടെ ജീവിത പങ്കാളിയുടെ പേര് പറയുക. ജീവിതത്തിൽ കുറവുകളുണ്ടെങ്കിൽ അതിനെ നിറവുകളാക്കി മാറ്റാൻ സാധിക്കുന്ന നല്ല തമ്പുരാൻ ഇനി അൾത്താരയുടെ മുമ്പിൽ നിങ്ങളുടെ മുമ്പിൽ കൈനീട്ടുകയാണ്. പ്രിയപ്പെട്ടവരെ, നിങ്ങൾ ആ സ്നേഹവും കരുതലും എല്ലാം ദൈവത്തിന്റെ കരങ്ങളിലേക്ക് സമർപ്പിക്കുക. അവന്റെ കയ്യിൽ നിന്ന് തിരികെ വാങ്ങി പരസ്പരം കൊടുത്ത് ജീവിതത്തിൽ സമ്പന്നരാകുക. ഇതിന്റെ അവസാനം, കുർബാനയുടെ അവസാനം ഒരു ആശീർവാദ പ്രാർത്ഥനയിൽ പറയുന്നുണ്ട്, ആവശ്യ നേരത്തെ സഹായിക്കാനായിട്ട് ദൈവം നിങ്ങൾക്ക് അനവധി ആത്മാർത്ഥ സുഹൃത്തുക്കളെ നൽകട്ടെ. പ്രിയപ്പെട്ടവരെ, ഇതാ നിങ്ങൾക്ക് ഓൾറെഡി ദൈവം എല്ലാവരും നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ല കുടുംബം നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. നല്ല സുഹൃത്ത് ബന്ധങ്ങൾ നൽകി അനുഗ്രഹിച്ചിട്ടുണ്ട്. എല്ലാം കൊണ്ടും നിങ്ങൾ സമ്പന്നരാണ്. ദൈവം ഇനി ആഗ്രഹിക്കുന്ന ഒരു കാര്യം, തിരുക്കുടുംബത്തെ കാണാൻ ജെറൂസലേമിലേക്കോ ബേത്ലഹേമിലേക്കോ അല്ല പോകേണ്ടത്. തിരുക്കുടുംബം ഇവിടെ ചക്കരപ്പുറങ്ങൾ ഉണ്ടാവണം.
ദൈവം പിറക്കുന്ന തിരുക്കുടുംബം ഇവിടെ ചക്കരപ്പറമ്പിലുണ്ടാവണം. പ്രിയപ്പെട്ടവരെ, ആ ഒരു ബോധ്യത്തോടു കൂടെ ഇനി ജീവിക്കണം. ഇനിയുള്ള നാളുകൾ ഈ വാതിലിനപ്പുറം ജീവിതം എങ്ങനെയാണെന്ന് ഇവിടെ ഇരിക്കുന്ന നിങ്ങൾക്കറിയാം, ഇല്ലേ? ഈ കാണുന്ന പ്രൗഢിയും സംഭവമൊന്നുമല്ല. ഈ വാതിലിനപ്പുറം, ദേവാലയത്തിന്റെ വാതിലിനപ്പുറമുള്ള ജീവിതം മറ്റൊന്നാണെന്ന് കൃത്യമായിട്ട് അറിയാവുന്നവരാണ് നിങ്ങൾ, പ്രിയപ്പെട്ടവരെ. അതുകൊണ്ട് മാർത്തോമ ക്രിസ്ത്യാനികളുടെ പാരമ്പര്യം ഞാൻ പറയുകയാണ്. അവർ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ആർക്ക് വേണ്ടിയാണ്? ആരാണോ കൂദാശ സ്വീകരിക്കുന്നവര് അവർക്ക് വേണ്ടി നിങ്ങൾ ഉപവസിച്ച് പ്രാർത്ഥിക്കണം. ഉച്ചയ്ക്കൊന്നും കയറി ഉപവസിച്ചേക്കരുത്. പിന്നീട് എപ്പോഴെങ്കിലും ഇവരെ ഓർക്കുമ്പം ഇവർക്ക് വേണ്ടി ഒന്ന് ഉപവസിച്ച് പ്രാർത്ഥിക്കണം. അച്ഛന്മാരും അങ്ങനെ തന്നെയാണ്. ഒരു ദിവസം മുഴുവൻ ഉപവസിച്ച് പ്രാർത്ഥിക്കണമെന്നാണ്. പ്രാർത്ഥനയിലായിരിക്കുന്ന അച്ഛൻ വന്ന് കൂദാശ നടത്തി തരുന്നു എന്നുള്ളതാണ്. ഇനി ഞാൻ ആദ്യം ചോദിച്ച ചോദ്യത്തിന്റെ ഉത്തരം പറയുകയാണ്. നിങ്ങൾ കർത്താവിനെ കണ്ടു പഠിക്കണം. തിരുസഭയ്ക്ക് വേണ്ടി അവൻ ഏറ്റെടുത്ത മുറിവുകളെ കണ്ട് നിങ്ങൾ പഠിക്കണം. ജീവൻ കൊടുക്കാൻ പോലും തയ്യാറായ ദൈവമായിരിക്കട്ടെ നിങ്ങളുടെ മാതൃക. പ്രിയപ്പെട്ടവരെ, ഇവരെ ആരും കണ്ട് പഠിക്കരുതെന്ന് ഞാൻ പറഞ്ഞതിന്റെ കാരണം നിന്റെ മുമ്പിൽ കർത്താവ് മാതൃകയായിട്ടുണ്ട്. ദൈവത്തെ കണ്ട് പഠിക്കാനായിട്ട് നമുക്ക് എല്ലാവർക്കും സാധിക്കട്ടെ. അപ്പം കണ്ടു പറയാൻ പറ്റും, എൻ്റെ കർത്താവെ, എൻ്റെ ദൈവമേ, എൻ്റെ ജീവിത പങ്കാളിയെ എനിക്ക് ദൈവം നൽകിയതാണ്. അതുകൊണ്ട് പരസ്പരം ഒന്ന് മോത്തേക്ക് നോക്കിയേ. ഞാൻ കുറെ കണ്ടതാച്ച എന്നാണ് രീതി, ഒരു കുഴപ്പമില്ല. അപ്പം നിനക്ക് അവനെ ഇഷ്ടപ്പെട്ടില്ലേ? നിനക്ക് അവളെ ഇഷ്ടപ്പെട്ടില്ലേ? ഇനി അങ്ങോട്ട് ഇഷ്ടപ്പെടലിന്റെ ദിവസങ്ങളും നിങ്ങൾ ജീവിതകാലം മുഴുവൻ ഈ ചക്കരപ്പറമ്പിന് ഒരു അനുഗ്രഹമായിട്ട് മാറണം. ദൈവത്തെ കാണാൻ സാധിക്കുന്ന ദൈവത്തിന്റെ ചക്കരപ്പറമ്പിലെ തിരുകുടുംബമായിട്ട് നിങ്ങൾ മാറട്ടെ എന്ന് ഞങ്ങൾ പ്രാർത്ഥിക്കുകയാണ്. ദൈവത്തിന്റെ സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. സന്തോഷത്തോടും പ്രതീക്ഷയോടുകൂടി ആരംഭിക്കുന്ന കുടുംബജീവിതം വിജയകരമായി നീക്കുവാൻ ഇവരെ അനുഗ്രഹിക്കണമേ. അങ്ങയുടെ ശാന്തിയും സമാധാനവും ഇവരിൽ നിറയ്ക്കുകയും അങ്ങയുടെ ദാസർക്ക് വാഗ്ദാനം ചെയ്ത നിത്യകീടം നേടാൻ ഇവരെ അർഹരാക്കണമേ. അങ്ങയുടെ സ്നേഹത്തിന് ഇവരെ വളർത്തിയ മാതാപിതാക്കളെയും കുടുംബാംഗങ്ങളെയും പ്രിയപ്പെട്ടവരെയും സമൃദ്ധമായി അനുഗ്രഹിക്കണമേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവ്വേശ്വരനായ വിവാഹാശീർവാദങ്ങൾക്ക് കാണാൻ വേണ്ടി രണ്ടുവശത്തുനിന്ന് മാതാപിതാക്കളും സാക്ഷികൾ ബാക്കിയുള്ള സാധാരണയിരിക്കാം. രണ്ടുവശത്തുനിന്ന് ഒരു സാക്ഷികൾ അവരുടെ മാതാപിതാക്കൾ ബാക്കിയുള്ള സാധാരണ. പ്രിയ സഹോദരനെ, ഈ വധുവരന്മാർ വിവാഹം കൂദാശയാകാൻ പോകുന്നു. ഈ കൂദാശ യോഗ്യതയോടെ പരികർമ്മം ചെയ്യുന്നതിന് പുരോഗമനം തനിക്ക് വേണ്ടി തന്നെ പ്രാർത്ഥിക്കുവാൻ തുടങ്ങുന്നു. നമുക്കെല്ലാവർക്കും ഭക്തിയോടും ശ്രദ്ധയോടും കൂടെ മൗനമായി പ്രാർത്ഥിക്കാം. ആദ്യം പുരുഷന് ജീവിതസഖ്യം നൽകിയ ദൈവമേ, അങ്ങയുടെ അനന്ത പരിപാലനയെ ഞങ്ങൾ വാഴ്ത്തുന്നു. ഭാര്യ ഭർത്താക്കന്മാർ ആഗ്രഹിക്കുന്ന ഇവരെ ആകുവാൻ ആഗ്രഹിക്കുന്ന ഇവരെ സ്നേഹത്തിൽ ബന്ധിപ്പിക്കുന്ന ഈ കൂദാശ യോഗ്യതയോടുകൂടി പരികർമ്മം ചെയ്യുവാൻ അങ്ങയുടെ ഈ ദാസനെ ശക്തനാക്കണമേ. അങ്ങയുടെ കൃപാവരം സമൃദ്ധമായി എന്നിൽ ശരിയാണേ. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. വിവാഹ ഉടമ്പടി. തോമസൻ മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ അന്നയെ നിന്റെ ഭാര്യയായി സ്വീകരിക്കുന്നുവോ? അന്ന മിശിഹായുടെ നിയമവും തിരുസഭയുടെ നടപടിയും അനുസരിച്ച് സ്വതന്ത്രമായ മനസ്സോടും പൂർണ്ണമായ സമ്മതത്തോടും കൂടെ തോമസനെ നിന്റെ ഭർത്താവായി സ്വീകരിക്കുന്നുവോ? നിങ്ങൾ സാക്ഷികളോട് നിങ്ങൾ ഈ വിവാഹ ഉടമ്പടിക്ക് സാക്ഷികളാണല്ലോ. നിങ്ങൾ തമ്മിലുള്ള ഈ ഉടമ്പടിയുടെ അടയാളമായി പരസ്പരം വലതുകരം ചേർത്തിരിക്കും. അബ്രഹാമിന്റെയും ഇസ്ഹാക്കിന്റെയും യാക്കോബിന്റെയും ദൈവം നിങ്ങളോട് കൂടെ ഉണ്ടായിരിക്കട്ടെ. സ്നേഹത്തോടും മനസ്സിന്റെ ഐക്യത്തോടും കൂടെ കുടുംബജീവിതം നയിക്കുവാൻ നമ്മുടെ കർത്താവ് യേശു മിശിഹ നിങ്ങളെ വിവാഹത്തിൽ ബന്ധിക്കുമാറാകട്ടെ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ ആമേൻ. പുരുഷനകം വഴി തിരുസഭയെ വധുവായി സ്വീകരിച്ച കർത്താവേ, വിശ്വാസത്തിലും സ്നേഹത്തിലും വധൂവരന്മാരെ ഒന്നിപ്പിക്കുന്ന ഈ താലി ദയാപൂർവ്വം ആശീർവദിക്കണമേ. ഐക്യത്തിന്റെ പ്രതീകമായ ഈ താലി അഭേദ്യമായ സ്നേഹത്തിലും പൂർണ്ണമായ വിശ്വസ്തതയിലും ഇവരെ ബന്ധിപ്പിക്കുമാറാകട്ടെ. ജീവിതത്തിലുണ്ടാകുന്ന ക്ലേശങ്ങൾ സന്തോഷപൂർവ്വം സഹിക്കുവാനും നിന്റെ ഇഷ്ടമനുസരിച്ച് പരിശുദ്ധനായി ജീവിക്കുവാനും ഇതിൽ മുദ്രിതമായിരിക്കുന്ന കുരിശ് ഇവർക്ക് ശക്തി നൽകട്ടെ.
ഇത് ഇവരുടെ വിശ്വസ്തതയുടെ അടയാളമായിരിക്കുകയും ചെയ്യട്ടെ. കർത്താവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ സ്നേഹത്തിന്റെയും വിശ്വസ്തതയുടെയും അടയാളമായി ഇവർ പരസ്പരം അണിയിക്കുന്ന ഈ മോതിരങ്ങൾ ആശീർവദിക്കണമേ. പിതാവിന്റെയും പുത്രന്റെയും പരിശുദ്ധാത്മാവിന്റെയും നാമത്തിൽ. കൃപാവരത്തിന്റെ അനശ്വര വസ്ത്രത്താൽ മനുഷ്യാത്മാവിനെ അലങ്കരിക്കുന്ന കാരുണ്യവാനായ കർത്താവേ, ഈ മന്ത്രം കൂടി ആശീർവദിക്കണമേ. പൂർണ്ണമായ ആത്മസമർപ്പണവും പരസ്പര സ്നേഹവും വഴി നിന്നെ ധരിക്കുവാൻ ഈ ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നിന്റെ മണവാട്ടിയായ പരിശുദ്ധ സഭയെ മഹത്വത്തിന്റെ വസ്ത്രം ധരിപ്പിച്ച കർത്താവേ, ലോകത്തിൽ നിഷ്കളങ്കരായി ജീവിച്ച് സ്വർഗത്തിൽ മഹത്വത്തിന്റെ വസ്ത്രം അണിയിക്കുവാൻ ഇവരെ യോഗ്യരാകുകയും ചെയ്യണമേ. പ്രതിജ്ഞാവാചകങ്ങൾ ഏറ്റുചൊല്ലുന്ന സമയമാണ്. നമുക്ക് ഇവർക്ക് വേണ്ടി ആത്മാർത്ഥമായിട്ട് പ്രാർത്ഥിക്കാം. ഇന്നു മുതൽ മരണം വരെ സന്തോഷത്തിലും ദുഃഖത്തിലും സമ്പത്തിലും ദാരിദ്ര്യത്തിലും ആരോഗ്യത്തിലും അനാരോഗ്യത്തിലും പരസ്പര സ്നേഹത്തോടും വിശ്വസ്തയോടും കൂടി ഏകമനസ്സോടെ ജീവിച്ചു കൊള്ളാമെന്ന് വിശുദ്ധ സുവിശേഷം സാക്ഷിയാക്കി ഞങ്ങൾ വാഗ്ദാനം ചെയ്യുന്നു. വാഗ്ദാനമനുസരിച്ച് ജീവിക്കുവാൻ സർവശക്തനായ ദൈവം ഞങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആമേൻ. സർവശക്തനായ ദൈവം നിങ്ങളെ അനുഗ്രഹിക്കട്ടെ. ആന്തരിക സൗന്ദര്യത്താലും പരിശുദ്ധാത്മാവിന്റെ വരങ്ങളാലും അവിടുന്ന് നിങ്ങളെ സമ്പന്നരാകട്ടെ. തിരുസഭയുടെ ശിരസ്സായ മിശിഹ എപ്പോഴും നിങ്ങളുടെ ഭരണകർത്താവും സംരക്ഷകനുമായിരിക്കട്ടെ. ജീവിതത്തിലെ എല്ലാ പ്രവർത്തനങ്ങളിലും അവിടുന്ന് നിങ്ങൾക്ക് തുണയായിരിക്കട്ടെ. മാനസികവും ശാരീരികവുമായ ആരോഗ്യവും ഭൗതികമായ സുസ്ഥിതിയും അവിടുന്ന് നിങ്ങളിൽ ചൊരിയട്ടെ. ദൈവം നിങ്ങൾക്ക് നൽകുന്ന മക്കളെ സന്തോഷപൂർവ്വം സ്വീകരിക്കുന്നതിനും അവരെ വിശുദ്ധിയുടെ മാർഗത്തിൽ നയിക്കുന്നതിനും അവിടുന്ന് നിങ്ങളെ സഹായിക്കട്ടെ. അവിടുത്തെ സ്തുതിയും കൃതജ്ഞതയും ആരാധനയും സമർപ്പിക്കുവാൻ നിങ്ങളെ അവിടുന്ന് യോഗ്യരാക്കുകയും ചെയ്യട്ടെ. രസകരമായി ലിജോച്ചന അവതരിപ്പിച്ചു. അതിലങ്ങനെ വന്ന ലിജോച്ചന, അതുപോലെ സോളാനച്ചന്, ജോമനച്ചന് കുടുംബത്തിൻ്റെ പേരിൽ പ്രത്യേകം നന്ദി അറിയിക്കും. സമാധാന പ്രാർത്ഥന. ഞങ്ങളുടെ പിതാവായ ദൈവമേ, ഈ ദമ്പതിമാരുടെ മേൽ അങ്ങയുടെ കാരുണ്യത്തിന്റെ വലത് കൈ നീട്ടണമേ. അങ്ങയുടെ സംരക്ഷണത്തിന്റെ തണലിൽ ഇവരെ കാത്തുകൊള്ളണമേ.
അബ്രാഹത്തിന്റെയും അബ്രാഹത്തെയും സാറായെയും അനുഗ്രഹിച്ച ദൈവമേ, അഭേദ്യമായ ഐക്യത്തിൽ ഇവരെ ഒന്നിപ്പിച്ച പരിപാലനത്തിന് ഞങ്ങൾ നന്ദി പറയുന്നു. പിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വര എന്നേക്കും ആമേൻ. കർത്താവായ മിശിഹായേ, ദമ്പതിമാരെ അനുഗ്രഹിക്കണമേ. നമ്മുടെ അമ്മയായ പരിശുദ്ധ കന്യകാമറിയത്തിന്റെയും തിരുകുടുംബത്തിന്റെ നായകനായ മാറിയ യോസേഫിന്റെയും മാധ്യസ്ഥം ഇവരുടെ കുടുംബജീവിതത്തെ ഐശ്വര്യപൂർണ്ണമാക്കട്ടെ. സകല വിശുദ്ധരുടെയും പ്രാർത്ഥന ഇവരെ സഹായിക്കുകയും ചെയ്യട്ടെ. സകലത്തിന്റെയും നാഥ എന്നേക്കും ആമേൻ. ഇപ്പോഴും എപ്പോഴും I'd love to leave in winter. I used to carry in the weight of the drum. Today, we witness God's perfect timing and plan. സഭാപ്രസംഗികൻ 3:11 പറയുന്നത് പോലെ അവൻ സകലവും അതതിന്റെ സമയത്ത് ഭംഗിയായി ചെയ്തു, നിത്യതയും മനുഷ്യരുടെ ഹൃദയത്തിൽ വച്ചിരിക്കുന്നു. Thank you for joining us in love, prayer and celebrations. Beautiful couple, Thomson Joseph and Anna Shivu, we are reminded of God's faithfulness in bringing the right hearts together. Let's happily welcome the couple.
important thing. We now invite the bride and auntie, Rima Chichi, grandparents, godparents, Johnson uncle, and Mercy auntie to the stage. Anna Chichi's parents, Shibu uncle and Jibi auntie, her sister Amalu, and grandparents who had joined the newlyweds to shine as a constant reminder of love, unity, and faith in their home. The Arizona skies burning in your eyes. You look at me, babe, I wanna catch on fire. It's buried in my soul, like California gold. You found the light in me that I couldn't find. So when I'm all choked up and I can't find the words, every time we say goodbye, baby, it hurts. When the sun goes down and the band won't play, I'll always remember us this way. Lovers in the night, poets trying to write. We don't know how to rhyme, but then we try. And all I really know, you're where I wanna go, and the part of me that's you will never die. So when I'm all choked up and I can't find the words, every time we say goodbye, baby, it hurts. When the sun goes down and the band won't play, I'll always remember us this way. So when I'm all choked up and I can't find the words, every time we say goodbye, baby, it hurts. When the sun goes down and the band won't play, I'll always remember us this way. When you look at me and the whole world fades, I'll always remember us this way.
ഘോഷാദികൾ കൊണ്ടുവാ ചാന്ദവി രാത്രിയിൽ മതഘോഷാദികൾ കൊണ്ടുവാ डॉग का इंतजार तो 11 मिनटों से पुलिस कर रही है, लेकिन एक बात सुन लो, डॉग को पकड़ना मुश्किल नहीं, नामुमकिन है।
നന്മ നിറഞ്ഞ മറിയമേ സുസ്ഥി കർത്താവ് അങ്ങയുടെ സ്ത്രീകളിൽ അങ്ങ് അനുഗ്രഹിക്കപ്പെട്ടവളാകുന്നു. അങ്ങയുടെ ദർത്തിൽ ഫലമായി ഈശോ അനുഗ്രഹിക്കപ്പെട്ടവനാകുന്നു. പിതാവിനും പുത്രനും പരിശുദ്ധാത്മാവിനും സ്തുതി. The kind of love that never fades. I could just stare at you for days, and not a minute goes to waste, babe. When I'm wrapped in your embrace, babe, you're my sunshine and my moonlight. Light up my world, you make it so bright. And every day that I'm around you, it makes me happy that I
found you. Loving you is all I wanna do. Just give my all to you. Your love for me is all I'll ever need. Don't stop loving me. Don't stop loving me. The kind of love that's always blooming. Don't always know what we are doing. Nothing's forever, that's what they say.